ഹായ് ഫ്രണ്ട്സ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനു വേണ്ടി മാത്രമുള്ള വേക്കൻസിയെ പറ്റിയാണ് ഇന്ന് പറയുവാനുള്ളത്. കേന്ദ്ര സർക്കാരിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഡെപ്യൂട്ടി ഫീൽഡ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എക്സാമിനേഷൻ ഒന്നും തന്നെ ഇല്ല. സെലക്ഷൻ നടക്കുന്നത് നിങ്ങളുടെ ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ 2022-ലോ 23-ലോ 24-ലോ ഗേറ്റ് സ്കോർ നേടിയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഈ കോഴ്സിന് ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദമുള്ളവർക്ക് 80 വേക്കൻസിയാണുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദമുള്ളവർക്കും 80 വേക്കൻസിയാണുള്ളത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. A4 സൈസിൽ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് ഓർഡിനറി പോസ്റ്റിൽ അവർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട മേൽവിലാസം പോസ്റ്റ് ബോക്സ് നമ്പർ 1, ലോധി റോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ്, ന്യൂഡൽഹി 3 എന്ന അഡ്രസ്സിലാണ് അയച്ചു കൊടുക്കേണ്ടത്. ഗേറ്റ് സ്കോറിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോലി ലഭിക്കുക. ഇൻ്റർവ്യൂ ഇന്ത്യയിൽ ചെന്നൈ, ഗുർഗാവ്, മുംബൈ, കൽക്കട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ വെച്ച് ഇൻ്റർവ്യൂ നടക്കുന്നതായിരിക്കും. 30 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. സാലറി സ്ട്രക്ചർ പറഞ്ഞാൽ ലെവൽ 7 എന്ന് പറയും. ലെവൽ 7 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 95,000 രൂപ തുടക്കത്തിൽ ശമ്പളം ഉണ്ടായിരിക്കും. ഫീൽഡ് പോസ്റ്റിംഗ് ആയതുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്തിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ഓഫീസുള്ളിടത്തേക്കായിരിക്കും പോസ്റ്റിംഗ് നടക്കുന്നത്. ചുരുക്കത്തിൽ IT-യിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഇലക്ട്രോണിക്സിലോ കമ്മ്യൂണിക്കേഷനിലോ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ ഗേറ്റ് സ്കോറുള്ള കുട്ടികൾക്ക് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എന്തായിരുന്നാലും എക്സാം എഴുതണം എന്നുള്ള ചിന്ത ഒന്നും തന്നെ ഇതിനകത്ത് വേണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പലരും കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പുള്ള ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ MDoc ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാം. കാരണം ഇതിൻ്റെ പ്രോസസ്സിന് ഏതാണ്ട് കുറഞ്ഞത് 6 to 8 months എടുക്കും. ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ കോഴ്സും തീരും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ കൂടുതൽ വിവരം ആർക്കെങ്കിലും അറിയണമെങ്കിലോ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കാതെ വരികയോ ചെയ്യുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പരിചയത്തിലുള്ള ഗേറ്റ് സ്കോർ ഉള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിലെ കുട്ടികളെ അറിയിക്കുക. അവർ അപ്ലൈ ചെയ്യട്ടെ. താങ്ക് യു.